അതോടൊപ്പം തന്നെ അപ്പച്ചനച്ഛൻ അല്പകാലം വിശ്രമിച്ച നമ്മുടെ പ്രീസ്റ്റ് ഹോമിന്റെ ഡയറക്ടറായിരുന്ന സ്നേഹബഹുമാനപ്പെട്ട സിജോ അച്ഛനെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡയറക്ടറായിരിക്കുന്ന ജിൻസ് അച്ഛനെയും വളരെ പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ പ്രീസ്റ്റ് ഹോമിലായിരുന്നപ്പോൾ സിജോ അച്ഛന്റെ പ്രത്യേക ബന്ധമുള്ള ശുശ്രൂഷയിലായിരുന്നു. ഏറെ സ്നേഹപൂർവ്വം ഒരു അനിയനെ പോലെ തന്നെ അച്ഛൻ ആയിരുന്നു എന്ന് അപ്പച്ചനച്ഛൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഏറെ സ്നേഹപൂർവ്വം സിജോ അച്ഛനെ വളരെ പ്രത്യേകമായി പനച്ചിക്കൽ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയിലെ പ്രീസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ പ്രതിനിധികളായിരിക്കുന്ന എല്ലാ സ്നേഹബഹുമാനപ്പെട്ട വൈദികരെയും വളരെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ രൂപതയിലെ മറ്റ് ബഹുമാനപ്പെട്ട വൈദികർ, ഏറെ വൈദികർ ഇന്ന് അച്ഛനെ രാവിലെ നമ്മുടെ പാരിഷ് സ്കൂളിൽ കൊണ്ടുവന്ന സമയം മുതൽ ഈ സമയം വരെ അവിടെ എത്തി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ വളരെ പ്രാർത്ഥനാപൂർവമായിരുന്നു കൊണ്ട് പങ്കെടുക്കുകയും ചെയ്യുന്നു. വളരെ സൗഹൃദപൂർവ്വം അച്ഛനോടൊപ്പമായിരുന്ന എല്ലാ ബാച്ചുകാരായ വൈദികർക്കും മറ്റ് എല്ലാ വൈദികർക്കും ഏറെ സ്നേഹപൂർവ്വം പനച്ചിക്കൽ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആനിക്കാട് പള്ളി വികാരിയായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട കൊല്ലകുന്നേൽ സെബാസ്റ്റ്യൻ അച്ഛന്റെ നേതൃത്വത്തിൽ ഈ ഇടവകയിലെ കൈക്കാരന്മാരും സിസ്റ്റേഴ്സും ഒക്കെ വളരെ പ്രത്യേകമായി കൃത്യമായി ഈ ഒരു പ്രാർത്ഥനാകർമ്മം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് ഏറെ അധ്വാനിച്ചവരാണ്. അവരെ എല്ലാവരെയും ഏറെ ഹൃദയപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആനിക്കാട് ഇടവകയുടെ മുൻ വികാരിയായിരുന്ന സ്നേഹബഹുമാനപ്പെട്ട മംഗലത്തിലച്ഛൻ കൊല്ലംകുന്നേലച്ഛൻ ഈ ഇടവകയിലേക്ക് എത്തിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിന് തൊട്ട് മുൻപ് വികാരിയായിരുന്ന സ്നേഹബഹുമാനപ്പെട്ട മംഗലത്തിലച്ഛന് വളരെ പ്രത്യേകമായി ഈ തിരുക്കർമ്മങ്ങളെല്ലാം വളരെ ക്രമത്തിൽ മനോഹരമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് ഏറെ അധ്വാനിച്ചു. ഏറെ സ്നേഹപൂർവ്വം മംഗലത്തിലച്ഛനെയും പ്രത്യേകമായി ഓർക്കുന്നു. അതോടൊപ്പം തന്നെ പുല്ലാനി തകടി ഇടവക എന്നത് അച്ഛന്റെ ജീവിതത്തിൽ വളരെ പ്രത്യേകമായി ഓർമ്മിക്കുന്ന ഒരു ഇടവകയാണ്. ആ ഇടവകയിലെ കുടുംബത്തിലാണ് അച്ഛന്റെ രോഗാവസ്ഥയിൽ കുറെ സമയം ആയിരുന്നത്. ആ ഇടവക വികാരിയായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ജോസുകുട്ടി രത്തനകം അച്ഛനെയും കൈക്കാരന്മാരും സംഘടനാംഗങ്ങളും ഇടവക ജനങ്ങളുമായിരിക്കുന്ന ആ ഇടവകയിലെ അംഗങ്ങളെല്ലാവരുടെയും വളരെ പ്രത്യേകമായ പ്രാർത്ഥനകളും പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങളും ഒക്കെ ഇന്ന് രാവിലെ ആ ഭവനത്തിലും ഇടവകയിലും ഒക്കെ കാണുവാനായിട്ട് ഇടയായി. ഏറെ സ്നേഹപൂർവ്വം അവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പൊൻകുന്നം ഫൊറോനയാണ്. പൊൻകുന്നം ഫൊറോന പള്ളിയിലെ വികാരിയായിരുന്നുകൊണ്ട് അതോടൊപ്പം തന്നെ അച്ഛന്റെ കൂടെ സെബാസ്റ്റ്യൻ അച്ഛന്റെ കൂടെ അപ്പച്ചനച്ഛന്റെ കൂടെ ആയിരുന്നുകൊണ്ട് ഏറെക്കാലം അച്ഛനോടൊപ്പമുള്ള സൗഹൃദം പുലർത്തി ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ദേവാലയത്തിലും പാരിഷ് സ്കൂളിലും ഒക്കെ ആയിരുന്നുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്ത പൊൻകുന്നം ഫൊറോന വികാരിയച്ഛൻ വലിയ ബഹുമാനപ്പെട്ട തോമസ് ഓത്താനി കുന്നേലച്ഛനെ വളരെ പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ രൂപതയിലെ മറ്റു രൂപതകളിലെ ബാച്ചുകാരായ വൈദികർ വളരെ പ്രത്യേകമായി അവരുടെ ബാച്ചിലെ ഒരു സജീവ സാന്നിധ്യമായി അച്ഛനെ കുറിച്ച് ഓർത്തെടുക്കുന്നുണ്ട്. പ്രത്യേകമായി കോയമ്പത്തൂർ ഇടവകാംഗമായ ജോൺസൺ അച്ഛൻ അവരുടെ ബാച്ചിന്റെ പ്രതിനിധിയായിരുന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ബാച്ചിലെ മറ്റ് പ്രിയപ്പെട്ട വൈദികരും വളരെ പ്രത്യേകമായി അച്ഛനോടൊപ്പം അച്ഛന്റെ രോഗാവസ്ഥകളിലും മറ്റെല്ലാ സാഹചര്യങ്ങളിലും അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. ഏറെ സ്നേഹപൂർവ്വം അവർക്കെല്ലാവർക്കും പ്രത്യേകമായി ജോൺസൺ അച്ഛനും പനച്ചിക്കൽ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയിലെ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അച്ഛന്റെ ശുശ്രൂഷ സമയത്തും അതോടൊപ്പം തന്നെ രോഗാവസ്ഥയിലായിരുന്നപ്പോഴും ഇന്നത്തെ പ്രാർത്ഥനാ തിരുക്കർമ്മങ്ങളിലുമൊക്കെ വളരെ സജീവമാം അച്ഛനോടുള്ള സ്നേഹവും പ്രാർത്ഥനകളും പ്രകടമാക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ആയിരുന്നത്. ഏറെ സ്നേഹപൂർവ്വം
എല്ലാ സിസ്റ്റേഴ്സിനെയും, പ്രത്യേകമായി നമ്മുടെ രൂപതയിലെയും നമ്മുടെ ഈ ആനിക്കാട് ഇടവകയിലെയും സിസ്റ്റേഴ്സിനെ ഏറെ പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ്റെ രോഗാവസ്ഥയിൽ പല ഹോസ്പിറ്റലുകളോട് ചേർന്ന് വളരെ പ്രത്യേകമായി അവരുടെയൊക്കെ ശുശ്രൂഷകൾ സ്വീകരിച്ചുകൊണ്ടാണ് യാത്രയാവുന്നത്. വളരെ പ്രത്യേകമായി മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ് ഏറെക്കാലം അച്ഛൻ ചികിത്സയിലായിരുന്നത്. അവിടുത്തെ ഡയറക്ടർ അച്ഛന്മാരായിരിക്കുന്ന വൈദികരെയും ഡോക്ടർ റോണിയെയും മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും ഏറെ ഹൃദയപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ കുറെ കാലം അച്ഛൻ ചേർത്തല പ്രത്യാശ ഹോസ്പിറ്റലിലാണ് അച്ഛൻ ശുശ്രൂഷ സ്വീകരിച്ചത്. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ, ഡോക്ടേഴ്സ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, അവരെ എല്ലാവരെയും വളരെ പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുകയാണ്. ഒരു കുടുംബ അന്തരീക്ഷത്തിലായിരുന്നുകൊണ്ട് ആ ഹോസ്പിറ്റലിലെ പ്രത്യാശ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്ററും ഡോക്ടേഴ്സും സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ ആയിരുന്നു എന്ന് അച്ഛൻ വളരെ പ്രത്യേകമായി പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഏറെ സ്നേഹപൂർവ്വം നിങ്ങൾ എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ ആദ്യകാലത്ത് നമ്മുടെ മുണ്ടക്കയത്തെ MMT ഹോസ്പിറ്റലിൽ നിന്നാണ് കൃത്യമായി രോഗാവസ്ഥയെ കുറിച്ച് അറിഞ്ഞ മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് മാറിയത്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർമാരായിരിക്കുന്ന വൈദികരെയും അവിടുത്തെ ഡോക്ടേഴ്സിനെയും സ്റ്റാഫ് അംഗങ്ങളെയും ഒക്കെ വളരെ പ്രത്യേകമായി നന്ദിപൂർവ്വം ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛന്റെ രോഗാവസ്ഥ തീവ്രമായിരുന്ന സമയത്ത് ശുശ്രൂഷിച്ച പ്രിയപ്പെട്ട ബിജു, ദിൽജിത്ത്, തങ്കച്ചൻ, ഷിജു എന്നിവർ വളരെ പ്രത്യേകമായി അച്ഛന്റെ ആ ശുശ്രൂഷയിൽ വളരെ കൃത്യമായ ശ്രദ്ധ പുലർത്തി ആയിരുന്നു. ഏറെ സ്നേഹപൂർവ്വം അവരെ എല്ലാവരെയും, പ്രത്യേകമായി ബിജു, ദിൽജിത്ത്, തങ്കച്ചൻ, ഷിജു എന്നിവരെ നന്ദി അറിയിക്കുന്നു. അച്ഛൻ ശുശ്രൂഷ ചെയ്ത പള്ളികളിൽ നിന്ന് വികാരിമാരായിരിക്കുന്ന വൈദികരും കൈക്കാരന്മാരും കുറെ ദൈവജനവും പ്രത്യേകമായിട്ട് ഈ തിരുക്രമങ്ങളിലും അതോടൊപ്പം തന്നെ പ്രത്യേകമായ രോഗാവസ്ഥയിൽ പ്രാർത്ഥനാപൂർവവും ഒക്കെയുമായിരുന്നു. ഏറെ സ്നേഹപൂർവ്വം അവരെ എല്ലാവരെയും പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു. അച്ഛന്റെ സവിശേഷമായി ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ ടീച്ചേഴ്സിനെയും ആ ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഏറെ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ തക്കല രൂപതയിൽ നിന്നും അച്ഛന്റെ ഈ പ്രാർത്ഥനാ കർമ്മത്തിലായിരുന്നുകൊണ്ട് പങ്കെടുക്കുവാൻ എത്തിയിരുന്ന സ്നേഹബഹുമാനപ്പെട്ട ചാൻസലർ അച്ഛനെയും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് വന്നിരുന്ന പ്രിയപ്പെട്ട വൈദികരെ എല്ലാവരെയും ഹൃദയപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ ഇവിടെ നമ്മോടൊപ്പം അവരിൽ നിന്ന് ചിലരുണ്ട്. അവിടുത്തെ സെന്റ് ജോർജ് ഷ്രൈൻ ചർച്ച് മുനിച്ചിറയിൽ നിന്ന് ഫാദർ അനിൽ രാജു, അതോടൊപ്പം തന്നെ അവരുടെ ഇടവകാംഗങ്ങളായിരിക്കുന്ന അംഗങ്ങളുമുണ്ട്. അതോടൊപ്പം അവിടെ നിന്ന് ചാൻസലർ അച്ഛൻ ഫാദർ ജോഷി കുളത്തിങ്കലാണ് രാവിലെ വന്നിരുന്നത്. ഏറെ സ്നേഹപൂർവ്വം അച്ഛൻ ഏറെക്കാലം ശുശ്രൂഷ ചെയ്ത തക്കല കുടുംബത്തിൽ നിന്നും ഇവിടെ എത്തിയും അതോടൊപ്പം അവിടെ ആയതുകൊണ്ട് പ്രാർത്ഥിച്ച എല്ലാ വൈദികർക്കും ഇടവക ജനങ്ങൾക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ വിവിധ നേതാക്കൾ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ രൂപത ഇൻഫാമിന്റെ വിവിധ തലങ്ങളിലുള്ള അംഗങ്ങളും വളരെ പ്രത്യേകമായിട്ട് എത്തി അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചു. ഏറെ സ്നേഹപൂർവ്വം രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളിൽ എത്തിയ പ്രാർത്ഥിച്ച അനുശോചനം അറിയിച്ച നേതാക്കന്മാരെ നന്ദിയോടെ ഓർക്കുന്നു. വളരെ പെട്ടെന്ന് മാത്യുവച്ചൻ എഴുതിയ ഒരു ക്രമമാണിത്. ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഓർമ്മയിൽ നിന്ന് വേഗത്തിൽ പറയുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകമായിട്ട് അച്ഛന് വേണ്ടി ഇനിയും പ്രാർത്ഥനാപൂർവം ആയിരിക്കണം എന്ന സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഒരു കാര്യം പ്രത്യേക അറിയിപ്പായിട്ട് പറയുന്നു. 30-ാം തീയതി വെള്ളിയാഴ്ച 9 മണിക്ക് ഈ ദേവാലയത്തിൽ വെച്ച് അച്ഛന്റെ ഓർമ്മ കുർബാന ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ അറിയിപ്പായിട്ട് സ്വീകരിക്കണമെന്നും സാധിക്കുന്നവരെല്ലാവരും വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുന്നു. 30-ാം തീയതി വെള്ളിയാഴ്ച 9 മണിക്ക്. ഒരിക്കൽ കൂടി ഏറെ സ്നേഹപൂർവ്വം അപ്പച്ചനച്ഛനെ ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന
നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം ഹൃദയപൂർവ്വം